അത് വേണ്ട മോളെ. മോളുടെയും സന്ദീപിന്റെയും പേരിൽ നടത്തിയ പഞ്ചാമൃത വഴിപാടല്ലേ, നിങ്ങൾ രണ്ടുപേരും തന്നെ ഇത് കഴിക്കേണ്ടത്. ആ, ബാക്കി സന്ദീപിന് കൊടുക്കാം. സന്ദീപും കഴിക്കട്ടെ. എന്റെ ദേവി, ഈ പൂവ് ഇതുവരെ അല്പം പോലും വാടിയിട്ടില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ, നേരത്തോട് നേരം കഴിഞ്ഞല്ലോ. ഇത് നിർമാല്യത്തിന്റെ പൂവല്ലേ, മാറ്റിയേക്കാം. എന്നാലും ഒട്ടും വാടാത്ത സ്ഥിതിക്ക് കളയാൻ തോന്നുന്നില്ല. ആ, മോളിത് മുടി ചൂടിക്കോ. എന്താ മോളെ? എന്താ മോളെ, എന്തു പറ്റി? മനം പുരട്ടുന്നുണ്ടോ? എന്താ മോളെ, എന്തു പറ്റി? സന്ദീപ് റെഡിയായി കഴിഞ്ഞെന്ന് തോന്നുന്നു. സന്ദീപ് സാറേ, സുകുമാരി അമ്മ റെഡി ആവുന്നതേ ഉള്ളൂ. വെറുതെ ഹോൺ അടിച്ച് ബഹളം കൂട്ടണ്ട എന്ന് പറയാൻ ശ്രീകല മാഡം പറഞ്ഞു. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. മോളെ, എന്തു പറ്റി? മോളെ, എന്താ മനംപുരട്ടിൽ ഇതുവരെ മാറിയില്ലേ? മോളെ, എന്തു പറ്റി? അമ്പിയമ്മൻ കുറച്ച് വെള്ളം എടുത്തോ. ശരി. ദേവുട്ടി, എന്താ പറ്റി ദേവുട്ടി? ഹോസ്പിറ്റലിൽ പോണോ? മോനെ, ഹോസ്പിറ്റലിൽ പോകാതിരുന്ന എങ്ങനെയാ മോളെ? 2-3 ദിവസമായിട്ട് മോക്ക് നല്ല ക്ഷീണമുണ്ട്. ഇപ്പൊ പോരാത്തിന് ഛർദി. മൈ ഗോഡ്, ഇത് അത് തന്നെ, പെർമനൻസി. ദേവുട്ടി പെർമനന്റ് ആണ്. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അദ്വൈത മന്ത്രം ചൊല്ലി അശുദ്ധമാക്കിയ പഞ്ചാമൃതം മുഴുവൻ അവൾ ഛർദിച്ചു കളഞ്ഞല്ലോ. ഛർദില് നിൽക്കുന്നില്ലല്ലോ മോനെ. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നല്ലത്. കഴിച്ച പഞ്ചാമൃതം മുഴുവൻ പോയി. പഞ്ചാമൃതം എവിടെ കിട്ടി ദേവുട്ടിക്ക്? അത് വല്യമ്മാവൻ ഏതോ ക്ഷേത്രത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരില് വഴിപാട് നടത്തിക്കൊണ്ടു വന്നതാ. സന്ദീപിനും തരാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. വേണ്ട, അത് കഴിച്ചിട്ടാവും ദേവുട്ടിക്ക് വയറിന് പിടിക്കാണ്ട് വന്നത്. ചിലപ്പോ കേടായ നെയ്യോ ശർക്കരയോ വല്ലതാവും. അതിനി ആരും ഉപയോഗിക്കണ്ട.
എന്താ എന്തു പറ്റി?